ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറേ കാലത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലടക്കിക്കൊണ്ട് ഇത്രയും കാലം നമ്മളങ്ങ് ജീവിച്ചു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടനടി നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെയും നമ്മളത് ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പ്രവൃത്തിയും വേണം, പ്രാർത്ഥനയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ സമയം, ഒരു കാറ് മേടിക്കാനുള്ള സമയം നമുക്ക് ആയി. അതുകൊണ്ട് നമ്മൾ വാങ്ങി. അത്യാവശ്യമായിരുന്നു ഇനിയൊരു കാറൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെ നമ്മളൊരു കാറ് വാങ്ങിക്കാനായിട്ട് ഷോറൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ കാറ് മേടിച്ചത് കൊല്ലത്ത് അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ടാറ്റയുടെ ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടാണ് നമ്മൾ കാറ് വാങ്ങിയത്. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങിക്കുക എന്നുള്ളത്. അങ്ങനെ അവസാനം നടന്നു. ആൾട്രോസ് ആണ്, ടാറ്റയുടെ ആൾട്രോസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നായിരുന്നു ഡെലിവറി. അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവം നടന്നിരിക്കുകയാണ്. നിങ്ങളെയും കൂടെ വന്ന് കാണിക്കാമെന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഷോറൂമിനകത്ത് കയറി അതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ എല്ലാം ക്ലിയറാക്കി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ടാറ്റയുടെ ഓൾട്രോസ് എക്സെഡ് എന്ന് പറയുന്നതായ വണ്ടിയാണ്. അപ്പം നല്ല രസമൊക്കെയാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി അത് ഓടിച്ചൊക്കെ നോക്കിയിട്ടറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. വണ്ടി ഓടിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനും, വണ്ടി മുമ്പിൽ കൂടെ വരുമ്പോൾ എനിക്ക് പേടിയായിട്ട്. എല്ലാവരും പറയും വണ്ടി പഠിക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം മാത്രമേ ഓടിക്കൂ എന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും സപ്പോർട്ടും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, സ്നേഹവും നന്ദി എല്ലാം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാറൊക്കെ മേടിച്ചു നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പം ഓടിച്ചുകൊണ്ട് വന്നത് എബിൻ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബ്രോയും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എബിന് അത്ര അങ്ങോട്ട് വശമില്ലാത്തതുകൊണ്ട് അപ്പുറത്തിരുന്ന് എല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ വീട്ടിലെത്തി. ഇനി പിന്നെയെന്ന് വെച്ചാൽ അടുത്ത ഘട്ടമെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോയി നമ്മുടെ ഫാദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളതാണ്. വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ വണ്ടി നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് അത് മെയിൻ ഘടകമാണ്. അതിനിപ്പം ആരായാലും അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യാറുണ്ട്. പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട മാറയ്ക്കുമ്പോൾ ബോല ബോല ബറോവൻ റോഹോക്കാദീശോ ദൈവപ്രസവിത്രീ ഉയരുന്നോയാറിൽ സുഖപരിമണധൂപം മുറിയോറാകന്മേലോ ആധാരേ ഇതിരരുതേ പാതാവേ നിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമേ. നീ നിന്റെ വഴികൾക്ക് വിളക്കവും പ്രകാശവുമായിരിക്കണമേ. അപകടങ്ങൾക്കും പശ്ചാത്തലം ഉത്തരവിനെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം കൊടുക്കാപ്പെടുന്നേ സമർപ്പിക്കുമാറാകണമേ. വാഹനാശുദ്ധി എന്നതുള്ള തലപ്പായി തീരുവാൻ വേണ്ടി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെ നാമത്തിലുള്ള ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വാഹനം ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. ായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവനുള്ള ജീവിപ്പിക്കുന്നതുമായ ശ്രീപാട് അടയാളത്താൽ മുദ്രപ്പെടുന്ന ഈ വാഹനങ്ങളിലേക്ക് വാഴ്ത്തപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. ആയിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ
ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ത്രീപാട് അടയാളത്താൽ മുദ്രപ്പെടുന്ന വാഹനം നീക്കമാറ്റപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ള ജീവിപ്പിക്കുന്നതുമായ സ്ത്രീപാട് അടയാളത്താൽ മുദ്രപ്പെടുന്ന ഈ വാഹനം നീക്കമാറ്റപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. പിതാമുഖനും പരിശുദ്ധ റൂഹായുമായുള്ള ബലത്തിന് പൂർവ്വമായി ഉണ്ടാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാണ്. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ സമ്മതാവാസം നാം ദൈവത്തിനെ ശുദ്ധീകരിക്കട്ടെ പ്രവേശിക്കുന്ന വാഹനത്തിലെ യാത്രയിൽ അനുഗ്രഹമല്ല ഉപയോഗിക്കുന്നു ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പല ഓപ്ഷൻസ് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അൾട്രോസ് ടാറ്റയുടെ ആകുമ്പോൾ പിന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റിയും കാര്യത്തിനെല്ലാം 5 സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ പിന്നെ ആൾട്രോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാറിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഇച്ചിരി ബാക്ക്വേർഡാണ്. മെയിൻലി നമ്മൾ ഈ ടെക്നിക്കൽ സൈഡിലായതുകൊണ്ട് കൂടുതൽ ലാപ്പ് മൊബൈൽ അങ്ങനത്തെ ഒരു ഫീൽഡാണ് കൂടുതൽ എനിക്ക് താല്പര്യം. അതുകൊണ്ട് കാറിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല. പക്ഷേ നോക്കിയപ്പോൾ ഒന്ന് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ലതാണ്. ഓടിച്ചു നോക്കിയിട്ടും അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ ലുക്ക് വൈസ് നല്ലൊരു കംഫർട്ടബിളാണ്. നമുക്ക് ഫാമിലിക്ക് പോകാനാണെങ്കിലും നല്ലൊരു അത്യാവശ്യം നല്ലൊരു സെമി പ്രീമിയർ വണ്ടിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടു. സേഫ്റ്റി മെഷേഴ്സ് ആണെങ്കിൽ നോക്കിയാലും എല്ലാം കൊള്ളാം. അങ്ങനെയാണ് നമ്മൾ ഈ ആൾട്രോസ് ചൂസ് ചെയ്തത്. അപ്പോൾ എബിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എബിൻ്റെ അടുത്ത് ലാപ്ടോപ്പിനെ കുറിച്ചോ മൊബൈലിനെ കുറിച്ചോ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ വാതോരാതെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം കാറിനെ കുറിച്ച് അവന് കൂടുതൽ അങ്ങനെ ഒന്നും പറയാനുണ്ടോ അവന്? അല്ല, എനിക്കറിയത്തില്ല കാറിനെ പറ്റി കൂടുതൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കാറിനെ അപ്രോച്ച് ചെയ്യാറുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനോട് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല പണ്ട് മുതലേ എനിക്ക്. ജസ്റ്റ് നമുക്ക് ഒരിടത്ത് പോകാൻ വേണ്ടി ഒരു മീഡിയം എന്ന് മാത്രമേ ഞാൻ കാറിനെ കൺസിഡർ ചെയ്യാറുള്ളൂ. കാറായിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ. അപ്പം എന്താണ് ഇനി പറയുക, വളരെ സന്തോഷമുണ്ട് ഒരു വണ്ടി വാങ്ങിച്ചതിൽ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ മനസ്സിലിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അനുസരിച്ച് നമ്മൾ പ്രയത്നിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഈശ്വരൻ നമുക്ക് നടത്തിത്തരും. അപ്പോൾ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കിട്ടു എന്നേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.